വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് വരട്ടി നോക്കാം. കൊള്ളാവോന്നല്ലേ? വരട്ടാൻ കിട്ടുവോ? പച്ചിനിരുന്നങ്ങ് തിന്നുന്നേ. പാത്രത്തിൽ ഒന്നും കാണത്തില്ല. വയറ്റി കിടന്ന് വരട്ടിപ്പിക്കുവാണ്. എന്തോ ചക്കയാ? ചക്ക വരട്ട്. ആദ്യമായിട്ടല്ലേ വരട്ടുന്നേ? എന്തോ ആവുമോ എന്തോ. ചക്കയെല്ലാം അപ്പം നമ്മൾ പറക്കി ഒരു പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചക്കയ്ക്കകത്ത് ചക്കക്കുരു എല്ലാം എടുത്ത് ചവണിയെല്ലാം മാറ്റിയിട്ട് ചക്കക്കുരു എടുത്ത് ഇനി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കണം. അടുത്തെന്തുവാ? ഉണ്ട ശർക്കര അല്ലായിരുന്നു അത്? എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി കഴിഞ്ഞ് വെള്ളം പറ്റി കഴിയുമ്പോൾ പാവ് കാച്ചി വെച്ചിരിക്കുന്ന ശർക്കര എടുത്ത് നമുക്കിതിലേക്ക് ഒഴിക്കാം. വെച്ചിരിക്കുന്ന ശർക്കര നമ്മളിതിലേക്ക് ഒഴിച്ചു. ഇനി ഏത് പരുവമാണോ? പരുവൊന്നും പറയാൻ അറിയത്തില്ല. നൂല് പോലാവണം. അറിയാവോ ചെയ്യാൻ? ഈ അമ്മയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. ഇത് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇടത്തില്ല, നല്ലതാണെങ്കിൽ ഇടും. ഈ മോട്ടയുടെ ഉടമസ്ഥയാണ് ഉണ്ടാക്കിയത്. ഇതേപോലെ കുറുകി കഴിയുമ്പോൾ ഇനി നമ്മൾ അരച്ച ചക്ക എടുത്ത് ഇതിനകത്തോട്ടാണ് തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ ഒട്ടി ഇങ്ങനെ വലിയ ആ പരിപാടി ചക്ക ഇതിലേക്കാണ്. ഇതിലേക്ക് നെയ്യിട്ട് കൊടുക്കണം. മിക്കവാറും ഇത് പായസമാവുകയെ, ചക്കപ്പായസം. സൂപ്പറാണ്. ജീരകപ്പൊടി ഇട്ടു. ഇനിയും അതൊക്കെ പൊടിയാ. ജീരകപ്പൊടി, ചുക്കുപൊടി, പിന്നെന്തോ ഏലക്ക പൊടിച്ചത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കണം. അപ്പോൾ ഇതാണ് ഗൈസ് ചക്ക വരട്ട്. ഇതിനൊരു കഥയുണ്ട്. ഈ ചക്ക വരട്ട് അവസാനം
ഈ കാണുന്ന പോലെ ഇലയപ്പം ആയിട്ടുണ്ട്. കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. പുരുഷങ്ങളും കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം, ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ എന്താ സാധാ ചക്ക വരട്ടിൻ്റെ ഒരു ഭംഗിയില്ല, ഒന്നുമില്ല. അങ്ങനെ അവസാനം അത് ചക്ക വരട്ട് ഇലയപ്പമായി ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ഇവളാണ് ചക്ക വരട്ടെന്നും പറഞ്ഞ് ചക്ക പായസം ഉണ്ടാക്കിയ മുതല്. ഈ നിൽക്കുന്ന കുരിപ്പ്.